സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഇപ്പോൾ ഇന്നലെ ക്ലോസ് ആയത് ഒരുവിധം ബുള്ളിഷായിട്ടാണ്. മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് US മാർക്കറ്റ് പോകുന്നത്. പക്ഷേ ഇൻട്രാഡേയിൽ നസ്ദാക്ക് 3 പോയിന്റ് റെഡിലാണ് അവസാനിച്ചത്. ബാക്കി ഡോ ജോൺസും S&P 500 ഗ്രീനിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഗ്രീനിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. FTSE 16 പോയിന്റ് ഗ്രീനിലാണ്, CSE 14 പോയിന്റ്, DX 30 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. 19,617 മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളും SCT കമ്പോസിറ്റ് ഒഴികെ ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രാഡേയിൽ. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ ബോർഡ് 10 അഡീഷണൽ 320 എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ ITC 1500 കോടി രൂപ മധ്യപ്രദേശിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഫുഡിൻ്റെയും അതുപോലെ പാക്കേജിങ് യൂണിറ്റുകളൊക്കെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ITC 1500 കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡ് അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ പ്രൈസ് നോക്കാം. ക്രൂഡ് ഓയിൽ ഇന്നലെ 80.21 ഉണ്ടായിരുന്നത് 85.68 ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡ് 1940.58, അതായത് ഇന്നലെ 1914.16 ആയിരുന്നു, അത് 1940.58 വർദ്ധിച്ചിട്ടുണ്ട്. ഇനി USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 82 രൂപ 71 പൈസ ഉണ്ടായത് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്. 82 രൂപ 74 വർദ്ധിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെയും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല NSEയുടെ സൈറ്റിൽ. സോ നമുക്കത് സ്കിപ്പ് ചെയ്ത് അടുത്ത സെക്ടറിലേക്ക് പോകാം. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്കാണ് ഇന്ന് ടോപ്പ് സ്കോറിംഗ് ആയിട്ട് നിൽക്കുന്നത്. 2.43% PSU ബാങ്ക് ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ ആൻഡ് നിഫ്റ്റി IT ആണ് ശരിക്കും നിഫ്റ്റി ഇൻഡെക്സിനെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയാം. 2.28%, 2.06% ഇന്ന് അതിൽ മുന്നേറ്റം ഉണ്ടായത്. നിഫ്റ്റി FMCG ഇന്ന് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs 2.2% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റി ബീസ് 0.56% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ETF-കളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ന് 5.78% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൾ ഇന്ത്യ, വിപ്രോ, IEX, പെർസിസ്റ്റൻസ്, അൾട്രാടെക് സിമെന്റ്, HCL ടെക്, ടാറ്റ സ്റ്റീൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഹിൻഡാൽകോ, ബാങ്ക് ഓഫ് ബറോഡ, എംഫസിസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഏറ്റവും ഉയർന്ന ലാഭമുണ്ടാക്കിയ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ചോല ഫിനാൻസ് ഇന്ന് 2.11% നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രെൻഡ്, ICICI പ്രൂലി, AU ബാങ്ക്, M&M, നെസ്ലെ ഇന്ത്യ, ശ്രീറാം ഫിനാൻസ്, ITC, ആസ്ട്രൽ, ആക്സിസ് ബാങ്ക്, കോൺകോർ, ജുബിലന്റ് ഫുഡ്സ് ഇത്രയും കമ്പനികൾ ഇന്ന് ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കിയവയാണ്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 1313 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 774 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.3 ഉണ്ടായിരുന്നത് 1.36 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതേപോലെ സ്പോട്ട് പ്രൈസ് 19,529 അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 85 പോയിന്റ് മുകളിലായിട്ട് 19,614 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.1 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ അത് 1.13 ആയിരുന്നു. ദെൻ 44,578 സ്പോട്ട് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 213 പോയിന്റ് മുകളിലായിട്ട് 44,791 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. നാളെ റിസൾട്ട് വരാനുള്ള ഒരേ ഒരു പെന്നി സ്റ്റോക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച സെപ്റ്റംബർ 11 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ADF ഫുഡ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്, അതായത് ഒരു സ്റ്റോക്കിനെ അവർ 5 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ ആഷി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ് 2 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ദിലീപ് ബിൽഡ്കോൺ 10 പൈസ പെർ ഷെയർ. ഡൈനാമിക് ഇൻഡസ്ട്രീസ് 1 രൂപ പെർ ഷെയർ.
ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ് ലിമിറ്റഡ് 3 രൂപ 50 പൈസ പെർ ഷെയർ. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് 6 രൂപ 65 പൈസ. ഹിസാർ മെറ്റൽ ഇൻഡസ്ട്രീസ് 1 രൂപ പെർ ഷെയർ. ജോസ് എഞ്ചിനീയറിംഗ് കമ്പനി 1 രൂപ 50 പൈസ പെർ ഷെയർ. ലാൻഡ്മാർക്ക് കാർസ് 2 രൂപ 25 പൈസ പെർ ഷെയർ. മനോരമ ഇൻഡസ്ട്രീസ് 2 രൂപ പെർ ഷെയർ. നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ് 2 രൂപ 50 പൈസ. ദെൻ പെർഫെക്റ്റ് പാക്ക് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ. പൊക്കർണ ലിമിറ്റഡ് 60 പൈസ പെർ ഷെയർ. പ്രീമിയർ പോളിഫിലിം 50 പൈസ പെർ ഷെയർ. സ്റ്റെർലിംഗ് ടൂൾസ് 2 രൂപ പെർ ഷെയർ. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത തിങ്കളാഴ്ച വരാനുള്ളത്, അതായത് 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ UK BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ, ജപ്പാൻ ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ്, ജപ്പാൻ AU ജിബൂൻ ബാങ്ക്, ജപ്പാൻ സർവീസസ് PMI, ചൈന കേസ് സർവീസസ് PMI, ചൈനീസ് കമ്പോസിറ്റ് PMI, ജപ്പാൻ 10-year JGB ഓപ്ഷൻ. ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു, പിന്നീട് ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു. ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം തിരിച്ച് ഓപ്പൺ ആയതിൻ്റെ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് കയറി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. റാസ് ലെവൽസിൻ്റെ പുറത്താണ് ഇന്ന് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അതേ രീതിയിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായത്. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു, പിന്നീട് ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് നോട്ട്റേറ്റ് സോണിൻ്റെ അവിടം വരെയും വന്നു, അതായത് R1 വരെയും വന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫിൻ നിഫ്റ്റിയിലും ഇത് തന്നെയാണ്. ഫിൻ നിഫ്റ്റിയിൽ ഹെവി ആയിട്ടുള്ളൊരു ഫോളാണ് രാവിലെ രേഖപ്പെടുത്തിയത്. മിഡിൽ CPRൻ്റെ അവിടെ വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി വന്നു. സെൻസെക്സിലും നിഫ്റ്റിയുടെ അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് കിട്ടിയത്. എന്തായാലും നോട്ട്റേറ്റ് സോണിൻ്റെ അടുത്തേക്ക് വരെ പോയി അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി വരികയാണ് ചെയ്തത്. അതായത് ടോപ്പ് CPRൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി വരികയാണ്. ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നല്ല രീതിയിൽ മാർക്കറ്റിൽ പുതിയ ലെവൽസാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗ്രൂപ്പിൽ ഇന്നലത്തെ പോസ്റ്റിങ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ ലെവൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ ഒരു ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഹെവി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് തന്നു. നോർമലി ഗ്യാപ്പ് അപ്പ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വിട്ടിട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നീട് തിരിച്ചിറങ്ങി വരും എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് കൃത്യമായിട്ടും താഴോട്ട് ഇറങ്ങി വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നാളെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ക്യാൻഡിൽ ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രതീക്ഷയോടെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം ഹൈ കട്ട് ചെയ്ത മുകളിലാണ് ഓപ്പൺ ആയത്, പിന്നീട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് പ്രോപ്പർലി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇന്നലത്തെ ഹൈയുടെ മുകളിലായിട്ട് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. നാളെ ബുള്ളിഷായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും എന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ അതേ രീതിയിൽ തന്നെയാണ്. കാരണം ഒരു ലോവർ ലെവലിലുള്ള അവിടെ വരെ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് ഒരു തിരിച്ചുവരവിൻ്റെ സിഗ്നൽ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രോപ്പർലി നാളെ കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ദെൻ ഇവിടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്നും നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കാരണം ഇന്നലത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു, ദെൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറിപ്പോയി. വളരെ നല്ല മൂവ്മെൻ്റ് ആണ് ഇന്ന് മിഡ് ക്യാപ്പിൽ കിട്ടിയത്. ദെൻ ഇവിടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിന് ഒരു ഹാർഡായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റിലാണ്, ഇപ്പോൾ ഒരു സോണാണത്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ അത് ചാടിക്കടന്ന് അതിൻ്റെ മുകളിലോട്ട് നാളെ ട്രേഡ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ ഈ സോണിനെ ചാടിക്കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങളായിട്ട് കൂടുതൽ കണ്ടൻറ്റുകളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.